ഹോട്ട് ഓൺ വീൽസ് ഇന്നെത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പാ നദി ഒഴുകുന്ന മണ്ണിൽ രാഷ്ട്രീയ ചൂടിന് ഒട്ടും കുറവില്ല. രൂപങ്ങൾ കൃത്യമായി പതിയുന്ന ആറന്മുള കണ്ണാടിയുടെ നാട്ടിൽ മനസ്സിലെ രാഷ്ട്രീയ രൂപങ്ങൾ പുറത്തു കാട്ടാതെ ജനങ്ങളും. വികസനമാണ് മുഖ്യ ചർച്ചാ വിഷയം. പത്തനംതിട്ടയെ മുന്നണികൾ അവഗണിക്കുന്നെന്ന പരാതി വ്യാപകം. കാർഷിക പ്രശ്നങ്ങൾക്കും പട്ടയ പ്രശ്നങ്ങൾക്കും പുറമെ വന്യജീവി അക്രമങ്ങളും പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പത്തനംതിട്ട തുലാപ്പള്ളി സ്വദേശി ബിജു ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് ദിവസങ്ങൾക്ക് മുൻപാണ്. തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അണ്ണാനെ, കുരങ്ങ്, അതിന് വേണ്ട പന്നി, ബ്ലാവ്, ഇതെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുക. മനുഷ്യനെ ജീവിക്കാൻ പറ്റത്തില്ല. നാട്ടുമ്പുറത്ത് താമസിക്കുന്നവനും വനത്തറമ്പിൽ താമസിക്കുന്നവനും എല്ലാം ഒരു ഉത്തരവാദിത്തമായിട്ട് എന്തുവാ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തിരിക്കണം. മൃഗശല്യം കുറവാക്കുക, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ട നന്മകൾ ചെയ്യുക, ഇതൊന്നും ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യരും എല്ലാ പാർട്ടിക്കാരും കയറും ഞാൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഈ വോട്ട് കഴിയുമ്പോൾ ആരും ഒന്നും ചെയ്യുന്നില്ല. മനുഷ്യൻ കളഞ്ഞ് അവരുടെ പണി നോക്കുന്നു. ഇവർ കണ്ണെതിരും പൊഴിച്ച് നടക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ സംഭവങ്ങളെന്ന് പറയുന്നത്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിയും പ്രതിഷേധങ്ങളും മുഖരിതമാക്കിയ അന്തരീക്ഷമില്ലാതെ ശാന്തമായാണ് ജില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സിറ്റിംഗ് MP ആന്റോ ആന്റണി UDF-നായി വീണ്ടും മത്സരിക്കുന്നു. CPM രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനെ. BJP-ക്കായി മത്സരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. 2009 മണ്ഡലം രൂപീകരിച്ചതു മുതൽ വിജയിക്കുന്നതിന്റെ ആത്മവിശ്വാസവുമായാണ് ആന്റോ ആന്റണി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. കോൺഗ്രസിൽ കാര്യമായ ഭിന്നതകളില്ലാത്തത് കരുത്താണ്. സാമുദായിക സമവാക്യങ്ങളും അനുകൂലമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. മണ്ഡലത്തിനായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തതായി ആന്റോ ആന്റണി അവകാശപ്പെടുന്നുണ്ട്. ഇത്തവണ ഞാൻ മത്സരിച്ച മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളേക്കാൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വഴിയിലിറങ്ങി പിന്തുണ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല സ്ഥലങ്ങളിലും നമുക്ക് മുമ്പെങ്കിലും അത്ര അടുപ്പവും പരിചയമില്ലാത്ത ആളുകൾ, ചെറിയ ഗ്രൂപ്പുകൾ വന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസം ഈ നാട്ടിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭരണം പോകണം, ഈ തെരഞ്ഞെടുപ്പ് തോക്കണം, ഞങ്ങളൊക്കെ ഒരു ആശയത്തിൻ്റെ പേരിൽ നിൽക്കുന്നവരാണ്, മറ്റൊരു നേട്ടത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഇത്തവണ ആന്റോ ആന്റണിക്കാണ് എന്ന് പറയുന്ന ഒന്നല്ല നിരവധിയായ സംഭവങ്ങൾ. പിന്നെ ഏത് പ്രാദേശിക തലത്തിൽ ചെന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ചേരുന്ന ഒരു സംഘം ആളുകളെ സ്വീകരിക്കാൻ കാണും. അപ്പം വലിയൊരു ഡിസിൻറ്റഗ്രേഷൻ ഇവിടെ ഈ ഭരണത്തിലുണ്ടായിരിക്കുന്ന അതൃപ്തി കൊണ്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ LDF നടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിൽ കാര്യമായ വികസനം എത്തുന്നില്ലെന്ന പരാതി ജനങ്ങൾ ഉയർത്തുന്നു. കോവിഡിന് ശേഷം കച്ചവടത്തിൽ നേരിടുന്ന പ്രതിസന്ധി തകർത്ത ജീവിതങ്ങളുണ്ട്. സാമൂഹിക പെൻഷൻ കൃത്യമായി ലഭിക്കാത്തതിനെതിരെയും അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെയും പ്രതിഷേധം ശക്തം. ആര് മാറി മാറി ജയിച്ചു വന്നാലും ഞങ്ങൾക്ക് അങ്ങനെ, ഞങ്ങളിപ്പോൾ ആകെ പ്രയാസത്തിൽ ഇരിക്കുക. ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞിരിക്കുക, ഞങ്ങളാകെ വിഷമത്തില്ല, കടവും കയറി ആത്മഹത്യ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അത് ആ രീതിയിൽ ഇരിക്കുക. തൊഴിലുകാരന് തൊഴിലില്ല, ബിസിനസ്സില്ല, എല്ലാം പൊതുവെ ഈ കൊറോണയോട് കൂടി പോയി. ലോൺ എടുത്തവരെല്ലാം പോയി. അതുപോലെ നോട്ടുമാറ്റം വന്നതോടുകൂടി ദാരിദ്ര്യം. ഇവിടെ ആണെങ്കിൽ ഒരു വികസനമില്ല. പത്തനംതിട്ടയാണെങ്കിൽ ഒരു വികസനമില്ല, ഒരു ഇതുമില്ല. പിന്നെ പാവങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാം. ലോട്ടറി വിൽപ്പനയിൽ കൂടെ അവരെന്നും പാവങ്ങൾ തന്നെ. അവർക്ക് ഒന്നും ചെയ്യുന്നില്ല, സർക്കാരും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ലോൺ എടുത്തായി പച്ചക്കറി കച്ചവടം ചെയ്ത് പെൻഷനുണ്ട്, അത് കിട്ടുന്നില്ല. ക്ഷേമനിധിയില്ലേ, അത് 11 മാസത്തെ കിട്ടാനുണ്ട്. പിന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 11 മാസത്തെ കിട്ടാറുണ്ട്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ജീവിക്കും നമ്മൾ? മണ്ഡലം പിടിക്കാനാണ് മുതിർന്ന നേതാവായ തോമസ് ഐസക്കിനെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഐസക്കിന്റെ ജനസമ്മതി ഗുണകരമാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് LDF ആണ്. പ്രചാരണത്തിൽ പിന്നോട്ടു പോയതിനെ തുടർന്ന് പാർട്ടി യോഗത്തിൽ തർക്കങ്ങളുണ്ടായ വാർത്തകളെ പാർട്ടി നേതൃത്വം തന്നെ തള്ളിക്കളയുന്നു. ആലപ്പുഴയും പത്തനംതിട്ടയും വളരെ വ്യത്യസ്തമാണ്. ആലപ്പുഴയിൽ എല്ലാവർക്കും ഏതെങ്കിലും പക്ഷമുണ്ട്, അല്ലാതെ നിഷ്പക്ഷം എന്നൊക്കെ പറയുന്ന ആൾക്കാർ വളരെ ചെറിയ ശതമാനം വരുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഒരു 20-25% മനുഷ്യർ അങ്ങനെ കൃത്യമായിട്ട് ഒരു പക്ഷമൊന്നും പിടിക്കാത്തവരാണ്. സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തണം, കുടുംബശ്രീയുടെ ശാക്തീകരണം, പിന്നെ പരിസ്ഥിതി സന്തുലനാവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ ആറുകളുടെയൊക്കെ പുനരുദ്ധാരണവും സമ്പൂർണ്ണ ശുചിത്വവും
അതാണ് ഒരു വെർട്ടിക്കൽ. രണ്ടാമത് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളും 3 വമ്പൻ സൗകര്യങ്ങളല്ലേ വരുന്നത്. റെയിൽവേ, ശബരി വിമാനത്താവളം, പിന്നെ സമാന്തര MC റോഡ് സമാന്തരമായിട്ടുള്ള ദേശീയപാത, അതൊക്കെ എങ്ങനെ ഇവിടുത്തെ പട്ടണങ്ങളുടെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. പന്തളത്തും എരുമേലിയിലും അതുപോലെ സന്നിധാനത്തിലും തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പുഴകളുടെ പുനരുദ്ധാരണം, പമ്പ ആക്ഷൻ പ്ലാൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആകട്ടെ മത്സരരംഗത്ത് ആദ്യമാണ്. പിതാവ് AK ആന്റണിയുടെ പാർട്ടിക്കെതിരെയാണ് മത്സരം. ഇരു മുന്നണികളും മണ്ഡലത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ മണ്ഡലത്തിൽ വികസനം എത്തിക്കാൻ കഴിയൂ എന്നും അനിൽ ആന്റണി പറയുന്നു. രാഷ്ട്രീയ കാര്യങ്ങൾ അച്ഛനുമായി സംസാരിക്കാറില്ലെന്നും അനിൽ വ്യക്തമാക്കുന്നു. ഞാൻ ഈ മണ്ഡലത്തിൽ 4 ആഴ്ചയായിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാ ജനങ്ങളുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു മണ്ഡലമാണ്, 7 നിയോജക മണ്ഡലങ്ങളുണ്ട്. എല്ലായിടത്തും നിരവധി തവണ പോയി. അപ്പോൾ അവിടെ എല്ലാം ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത്, ഇവിടുത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 15 വർഷം ഒരു MP ഇവിടെ ഉണ്ട്, എന്നിട്ടും ഒരു ഇൻഡസ്ട്രി ഇല്ല. പറയാൻ പറ്റുന്ന സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിലായിട്ടുള്ള ഒറ്റ ഇൻഡസ്ട്രി ഇല്ല. ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ PSU പബ്ലിക് സെക്ടർ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. അപ്പം ഇവിടെ വികസനം, ഇപ്പം ശബരിമല, അതുപോലെ മാരമൺ കൺവെൻഷൻ, അതുപോലെ ആറന്മുള വള്ളംകളി, പരിമല ദേവാലയം, ഇതെല്ലാം ഉള്ളൊരു വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണ്. അതുപോലെ മലയോര പ്രദേശങ്ങളിലൊക്കെ വളരെ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ വളരെ നല്ല ടൂറിസ്റ്റ് ഹബ്ബുകളൊക്കെ മാറ്റാം. പക്ഷേ അതിനൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അടിസ്ഥാനമായ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതൊക്കെ ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജനങ്ങളോട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഇവർ തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധി 2014-ലും 2019-ലും ഇന്ത്യൻ ജനത തിരസ്കരിച്ച ഒരാളെ, ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ഒരു നേതാവിനെ അതിനെ മാറ്റി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ശ്രീ ആൻ്റോ ആൻ്റണി അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ 15 വർഷം അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു വാസ്തവമാണ്. ആകപ്പാടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ സ്വന്തം പേരിൽ ഫ്ലക്സ് അടിച്ച് വയ്ക്കുന്നതും, കുറേ ഇതുപോലെ വെയിറ്റിംഗ് ഷെഡുകളും കുറേ ലാമ്പ് പോസ്റ്റും ഉണ്ടാക്കിയെന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദിജിയും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയിലും ഒരുപാട് വിശ്വാസമുണ്ട്. 3 മുന്നണികളിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരും മണ്ഡലത്തിലുണ്ട്. ആര് ഭരിച്ചാലും പാവപ്പെട്ടവർക്ക് ഗുണമില്ലെന്ന് വിശ്വസിക്കുന്നവർ. ആര് ജയിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് ലോട്ടറി കടയാണ്. ലോട്ടറി വിറ്റാണ് നമ്മുടെ ജീവിതം. പക്ഷേ ഇപ്പോൾ ലോട്ടറിക്ക് 30 രൂപ കിടന്നത് 40 അവനിപ്പോൾ 50 ആകാൻ പോകുന്നെന്ന് പറയുന്നു. പ്രൈസ് ഇല്ല. ഞങ്ങൾ തെണ്ടി ആകെ കഷ്ടപ്പാടിൽ നടക്കുക. ഇപ്പോൾ ഈ നടക്കുന്ന എന്താ പറയുക, വിലക്കയറ്റമായാലും മറ്റു ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഞങ്ങളെപ്പോലുള്ള തൊഴിലാളി വർഗത്തിന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു മാറ്റം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഈ പ്രാവശ്യം. അദ്ദേഹം 3 പ്രാവശ്യം നിന്ന് 4ാമത്തെ പ്രാവശ്യമാണ്. തോമസ് ഐസക് സാറാണെങ്കിലും പുള്ളിയും വളരെ രാഷ്ട്രീയ പ്രാബല്യമുള്ള ആളാണ്. പിന്നെ BJP എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് രാജ്യപരം കുറവാണെന്നൊക്കെ പറയും, പക്ഷേ ഒന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ VIP പരിവേഷമില്ലെങ്കിലും പത്തനംതിട്ടയിൽ മത്സരച്ചൂടിന് കുറവില്ല. മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ആളെയാണ് ജനങ്ങൾ തേടുന്നതെന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തം. സർക്കാരിനെതിരെയുള്ള വികാരവും വോട്ടിംഗിൽ സ്വാധീനിക്കും. ജനഹിതമറിയാൻ ഇനി 2 മാസത്തെ കാത്തിരിപ്പ്. മനോരമ ഓൺലൈനു വേണ്ടി ഉല്ലാസ് ഇലങ്കത്ത്.